കാനോണിക്കൽ ഫോംസിലെ നെക്സ്റ്റ് സെക്ഷനാണ് ഡയറക്റ്റ് സം ഡീകമ്പോസിഷൻ. 6.6 ആണിത്. 6.5 നിങ്ങൾക്ക് പഠിക്കാനില്ല, നമ്മൾ ബാക്കിയെല്ലാം ഡിസ്കസ് ചെയ്തു. നമുക്കിത് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ഡെഫിനിഷനാണ് പറയുന്നത്. Let W1, W2, etc. Wk be a subspace of a vector space V. We say that W1, W2, etc. Wk are independent if alpha 1 plus alpha 2 plus etc. alpha k equal to 0. Alpha I belongs to Wi implies each alpha I equal to 0. ഓക്കെ, ഇപ്പം എന്താ നോക്കാം നമുക്ക്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് W1, W2, etc. Wk are സബ്സ്പേസസ് ഓഫ് എ വെക്ടർ സ്പേസ് വി ആണ്. വി എന്ന് പറയുന്നൊരു വെക്ടർ സ്പേസ് ഉണ്ട്, അതിൻ്റെ കെ സബ്സ്പേസസ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ഈ സബ്സ്പേസസ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മളിതുവരെ വെക്ടേഴ്സ് ഇൻഡിപെൻഡൻ്റ് എന്നുള്ള കൺസെപ്റ്റാണ് പറഞ്ഞത്. ഇനി സബ്സ്പേസസ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താണ്? ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ കെ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ആൽഫ ഐ ഈക്വൽ ടു 0. ഇവിടെ ഈ ആൽഫ 1 എവിടെ നിന്നാണ്? W1ൽ നിന്നുണ്ടാകുന്ന W1ൽ നിന്നുള്ളതാണ്. ആൽഫ 2 W2ൽ നിന്നുള്ളതാണ്. എക്സെട്ര അപ് ടു ആൽഫ കെ WKയിൽ നിന്നുള്ളതാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഈച്ച് ആൽഫ ഐ ഈക്വൽ ടു 0. ഇത് ഇംപ്ലൈ ചെയ്യുന്നത് ഓരോ ആൽഫ ഐകളും 0 ആണെന്നാണ്. ഓക്കെ, ഈ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ആൽഫ ഐ ഈക്വൽ ടു 0. ഈ കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ഓരോ സബ്സ്പേസസിൽ കറസ്പോണ്ടിങ് സബ്സ്പേസസിൽ നിന്നുള്ള എലമെൻ്റ് ആണ്. ആൽഫ 1 ബിലോങ്സ് ടു W1, ആൽഫ 2 ബിലോങ്സ് ടു W2, എക്സെട്ര അപ് ടു ആൽഫ കെ ബിലോങ്സ് ടു WK. ഓക്കെ, അപ്പം ഇതാണ് സബ്സ്പേസസ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിമാർക്ക് പറയുകയാണ്. ലെറ്റ് W ഈക്വൽ ടു W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര അപ് ടു WK, then W1, W2, etc. WK are independent if and only if every alpha in W can be uniquely expressed as alpha equal to alpha 1 plus alpha 2 plus etc. plus alpha k, where alpha I belongs to Wi for every I. അതായത് നമുക്ക് ഒരു W1 എന്ന് പറയുന്നത് W1, W2, എക്സെട്ര WK എന്ന് പറയുന്ന സബ്സ്പേസസ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാനുള്ളൊരു കണ്ടീഷൻ പോലെ പറയാണ്, ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ. നോക്കാം, നമുക്ക് W1, W2, എക്സെട്ര WK എന്ന് പറയുന്നത് സബ്സ്പേസസ് ആണ്. അതിൻ്റെ ലീനിയർ സമ്മിനെ നമ്മൾ W എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. W ഈക്വൽ ടു W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര അപ് ടു WK. നമ്മൾ പറയുകയാണ് W1, W2, എക്സെട്ര WK എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ് ഇഫ് എവറി ആൽഫ ഇൻ Wയിൽ ഏതൊരു ആൽഫ എടുത്തു കഴിഞ്ഞാലും അത് യുണീക്ലി എക്സ്പ്രസ്ഡ് ലൈക്ക് ആൽഫ ഈക്വൽ ടു ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ കെ, വേർ ആൽഫ ഐ ബിലോങ്സ് ടു W. നമുക്കറിയാം Wയിൽ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മളത് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ കെ. ഇവിടെ ആൽഫ 1 ബിലോങ്സ് ടു W, ആൽഫ 2 ബിലോങ്സ് ടു W2, ആൽഫ കെ ബിലോങ്സ് ടു WK എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ ആൽഫയ്ക്ക് Wയിലുള്ള ഏതൊരു ആൽഫയ്ക്കും ഇങ്ങനെ യുണീക്ക് റെപ്രസെൻറ്റേഷൻ ആണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മൾ പറയാം W1, W2, എക്സെട്ര WK എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. സപ്പോസ് ദാറ്റ് W1, W2, എക്സെട്ര WK ആർ ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ ആദ്യം എന്തെടുത്തു? W1, W2, എക്സെട്ര WK എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നെടുത്തു. നമുക്ക് പറയേണ്ടത് ആൽഫ ബിലോങ്സ് ടു W ഹാസ് എ യുണീക്ക് റെപ്രസെൻറ്റേഷൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ആൽഫ Wയിൽ ഒരു എലമെൻ്റ് എടുത്തു ആൽഫ എന്ന് പറഞ്ഞിട്ട്. ഇനി W എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. സിൻസ് W ഈക്വൽ ടു W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര അപ് ടു WK, വി ക്യാൻ റൈറ്റ് ആൽഫ. ആൽഫേനെ നമുക്ക് അപ്പോൾ എങ്ങനെ എഴുതാം? ആൽഫ ഈക്വൽ ടു ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ കെ, വെർ ഈച്ച് ആൽഫ ഐ ബിലോങ്സ് ടു Wi. ഓക്കെ, ഇനി നമ്മൾ പറയുകയാണ് ഇതാണ് ഇതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം. ഇനി നമ്മൾ പറയുകയാണ് ആൽഫയ്ക്ക് അനദർ റെപ്രസെൻറ്റേഷനും കൂടി ഉണ്ടെന്ന് എടുക്കുകയാണ്. സപ്പോസ് ദാറ്റ് ആൽഫ ഈക്വൽ ടു ബീറ്റ 1 പ്ലസ് ബീറ്റ 2 പ്ലസ് എക്സെട്ര അപ് ടു ബീറ്റ കെ, ഈച്ച് ബീറ്റ ഐ ബിലോങ്സ് ടു Wi. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് റെപ്രസെൻറ്റേഷനും കൂടെ ഒന്ന് മൈനസ് ചെയ്യാലോ. സോ നമുക്ക് എന്താ കിട്ടുക? ആൽഫ മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ 0 കിട്ടും. ആൽഫ 1 മൈനസ് ബീറ്റ 1 പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ കെ മൈനസ് ബീറ്റ കെ, വെർ ആൽഫ ഐ ബിലോങ്സ് ടു ബീറ്റ ഐ Wi. അതായത് Wiയിലെ ഓരോ എലമെൻറ്റുമാണിത്. ഇത് ഈക്വൽ ടു 0. നമുക്ക് എന്തുണ്ട്? W1, W2, എക്സെട്ര WK എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആൽഫ 1ഉം ബീറ്റ 1ഉം എവിടെയുള്ളതാണ്? W1 ഉള്ളതാണ്. അതുകൊണ്ട് അത് സബ്സ്പേസ് ആണ്. സോ ഇത് ബിലോങ്സ് ടു W1 ആയിരിക്കും, ഇത് ബിലോങ്സ് ടു WK ആയിരിക്കും. നമുക്കറിയാം W1, W2, എക്സെട്ര അപ് ടു WK എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ബൈ ഡെഫിനിഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് വി ക്യാൻ സേ ദാറ്റ് ആൽഫ 1 മൈനസ് ബീറ്റ 1 ഈക്വൽ ടു 0, ആൽഫ കെ മൈനസ് ബീറ്റ കെ ഈക്വൽ ടു 0. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? ആൽഫ 1 ഈക്വൽ ടു ബീറ്റ 1, എക്സെട്ര അപ് ടു ആൽഫ കെ ഈക്വൽ ടു ബീറ്റ കെ. ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, അപ്പോൾ ഒരു രണ്ട് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ അത് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി തിരിച്ച് യുണീക്ക് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ഇത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണം. ഓക്കെ,
Conversely, suppose that every alpha in W can be uniquely expressed as alpha equal to alpha 1 plus alpha 2 plus etc. up to alpha k. Alpha I belongs to Wi for every I. നമ്മൾ അസ്യൂം ചെയ്തു ആൽഫയ്ക്ക് യുണീക്ക് റെപ്രസെൻറ്റേഷൻ ആണ്, അത് ആൽഫ ഈക്വൽ ടു ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ കെ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, സപ്പോസ് ദാറ്റ് നമ്മൾ പറയുന്നത് സപ്പോസ് ദാറ്റ് ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ കെ ഈക്വൽ ടു 0 വെർ ആൽഫ ഐ ബിലോങ്സ് ടു Wi. നമ്മൾ പറയാൻ പോണത് W1 W2 എക്സെട്ര WK എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ്. അത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ കെ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഈച്ച് ആൽഫ ഈക്വൽ ടു 0 എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്തു ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ കെ ഈക്വൽ ടു 0 വെർ ഈച്ച് ആൽഫ ഐ ബിലോങ്സ് ടു W. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ആൽഫ 1 ഈക്വൽ ടു 0 എക്സെട്ര അപ് ടു ആൽഫ കെ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഓൾസോ നമുക്ക് വേറൊരു കാര്യം കൂടെ അറിയാം. നമുക്ക് എന്താ 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 ഈക്വൽ ടു 0 ആണ്, വെർ 0 ബിലോങ്സ് ടു Wi ഫോർ എവറി ആൻഡ് 0 ബിലോങ്സ് ടു W. ഓക്കെ, അതായത് 0 എന്ന് പറയുന്നതിനെയും 0യുടെ യുണീക്ക്നെസ്, അതായത് 0നെ നമുക്ക് എങ്ങനെയും കൂടെ റെപ്രസെൻറ്റ് ചെയ്യാം, 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷെ നമ്മളുടെ അസംഷൻ എന്താണ്? ഇറ്റ് ഹാസ് എ യുണീക്ക് റെപ്രസെൻറ്റേഷൻ. ആൽഫ എന്ന് പറയുന്ന എലമെൻറ്റ് ഡബ്ല്യൂയിലുള്ള ഏതൊരു എലമെൻറ്റിനും യുണീക്ക് റെപ്രസെൻറ്റേഷൻ ആണുള്ളത്. W ഒരു സബ്സ്പേസ് ആയതുകൊണ്ട് 0 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ 0ക്ക് ഒരു റെപ്രസെൻറ്റേഷൻ വന്നേ, ഇവിടെ അനദർ റെപ്രസെൻറ്റേഷൻ വന്നു. യുണീക്ക് റെപ്രസെൻറ്റേഷൻ ആണെന്നല്ലേ നമ്മളുടെ അസംഷൻ. അപ്പോൾ ഈ രണ്ട് റെപ്രസെൻറ്റേഷനും ഈക്വൽ ആവണ്ടേ? അപ്പോൾ നമുക്ക് പറയാം ബൈ അവർ അസംഷൻ ഓഫ് യുണീക്ക്നെസ് വി ക്യാൻ സേ ദാറ്റ് ആൽഫ 1 ഈക്വൽ ടു 0, ആൽഫ 2 ഈക്വൽ ടു 0 എക്സെട്ര ആൽഫ കെ ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങിയത് ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ കെ ഈക്വൽ ടു 0 എന്നായിരുന്നു. സോ ഇവിടെ എന്ത് കിട്ടി? ആൽഫ 1 ഈക്വൽ ടു 0 എക്സെട്ര അപ് ടു ആൽഫ കെ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം W1 W2 എക്സെട്ര WK എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, അതാണ് കേട്ടോ നമ്മൾ റിമാർക്ക് പറഞ്ഞത്. നമുക്കൊരു ലെമ്മ നോക്കാം. ഒന്നാമത്തെ ലെമ്മയാണ് ലെറ്റ് V be a finite dimensional vector space and let W1 W2 etc. WK be subspaces of V. Let W equal to W1 plus W2 plus etc. up to WK. Then the following are equivalent. ഓക്കെ, നമുക്ക് നോക്കാം. W1 W2 etc. up to WK are independent. For each j 2 less than or equal to j less than or equal to k, Wj intersection W1 plus W2 plus etc. up to Wj minus 1 equal to 0. If B is an ordered basis for Wi for every I, then the sequence B equal to B1, B2 etc. Bk is an ordered basis for W. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാവുന്ന കാര്യം ഇതാണ്. V എന്ന് പറയുന്നൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഉണ്ട്. V എന്ന് പറയുന്നൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഉണ്ട്. V ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. W1 W2 എക്സെട്ര WK എന്ന് പറയുന്ന സബ് സ്പേസസ് ഓഫ് V ആണ്. അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് W-നെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന്. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് എല്ലാം ഈക്വലൻ്റ് ആണെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് W1 W2 എക്സെട്ര WK എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് എടുത്തു. രണ്ടാമത്തെ കണ്ടീഷൻ ഫോർ ഈച്ച് j 2 ലെസ് ദാൻ or equal to j ലെസ് ദാൻ or equal to k, Wj ഇൻ്റർസെക്ഷൻ W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര അപ് ടു Wj മൈനസ് 1 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. അതായത് W1 W2 എക്സെട്ര WK ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അതാണ് നമ്മളുടെ ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തത് ഫോർ ഈച്ച് j Wj ഇൻ്റർസെക്ഷൻ അതർ സബ്സ്പേസസ്, അത് രണ്ടും കൂടെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് 0 ആണ് കിട്ടുക. കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ, ഇവിടെ ഈ ഇൻ്റർസെക്ഷനിൽ ഇവിടെ ലീനിയർ സം എടുത്തപ്പോൾ Wjനെ ഒഴിവാക്കിയിട്ടാട്ടോ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി BI എന്ന് പറയുന്ന WIൻ്റെ ഒരു ഓർഡേർഡ് ബേസിസ് ആണെങ്കിൽ നമുക്ക് B1 B2 എക്സെട്ര BK എന്ന് പറയുന്ന ഈ ഒരു കളക്ഷൻ ആരുടെ ഓർഡേർഡ് ബേസിസ് ആയിരിക്കും? Wൻ്റെ ഓർഡേർഡ് ബേസിസ് ആയിരിക്കും. അതായത് B1 എന്ന് പറയുന്ന W1ൻ്റെ ഓർഡേർഡ് ബേസിസ് ആണ്, എക്സെട്ര അപ് ടു BK എന്ന് പറയുന്ന WKൻ്റെ ഓർഡേർഡ് ബേസിസ് ആണ്. അങ്ങനെയാണെങ്കിൽ B എന്ന് പറയുന്നത് ഓർഡേർഡ് ബേസിസ് ഫോർ W ആയിരിക്കും. ഇതൊക്കെ ഈക്വലൻറ്റ് കണ്ടീഷനാണ് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് 1 implies 2 ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രൂഫ് പോകണമെന്ന്. അസ്യൂം ദാറ്റ് W1 എക്സെട്ര അപ് ടു WK ആർ ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ എടുത്തിരിക്കുന്ന നമ്മളുടെ അസംഷൻ W1 W2 എക്സെട്ര WK എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് എടുത്തു. ഫോർ ഈച്ച് ഫിക്സ് j വിത്ത് 2 ലെസ് ദാൻ or equal to j ലെസ് ദാൻ or equal to k, നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ പ്രൂവ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആദ്യം jയെ ഫിക്സ് ചെയ്തു. ലെറ്റ് j ഈക്വൽ j വിത്ത് 2 ലെസ് ദാൻ or equal to j ലെസ് ദാൻ or equal to k ആണെന്ന് ഫിക്സ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? Wj ഇൻ്റർസെക്ഷൻ W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര അപ് ടു Wj മൈനസ് 1 എന്ന് പറയുന്നത്
0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എടുക്കുകയാണ് ലെറ്റ് ആൽഫ ബിലോങ്സ് ടു, ആൽഫ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഇതിലുണ്ട് എന്ന് എടുത്തു. ഇനി ആൽഫ 0 ആണെന്ന് പറഞ്ഞാൽ മതി. ആൽഫ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുത്തു. അങ്ങനെ ആൽഫ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താ? ആൽഫ ബിലോങ്സ് ടു WJ ഓർ ആൽഫ ബിലോങ്സ് ടു W1 + W2 + എക്സെട്രാ ടു WJ-1 അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്തെഴുതാം? ആൽഫ ബിലോങ്സ് ടു WJ ആണ്, ആൽഫ ബിലോങ്സ് ടു ദിസ് വൺ ആണ്. ദിസ് വൺ, ഈ ആൽഫ ബിലോങ്സ് ടു W1 + W2 + എക്സെട്രാ ടു WJ എന്ന് പറയുന്നതിന് മീനിങ് എന്താ? ആൽഫ ക്യാൻ ബി റിട്ടൺ ആസ് ആൽഫ 1 + ആൽഫ 2 + എക്സെട്രാ ടു ആൽഫ J-1. ഇതിൻ്റെ മീനിങ് എന്താ? വിച്ച് ഇംപ്ലൈസ് ആൽഫ 1 ബിലോങ്സ് ടു W1 എക്സെട്രാ ടു ആൽഫ J ബിലോങ്സ് ടു ആൽഫ J-1 ബിലോങ്സ് ടു WJ-1. ഇനി നമുക്കറിയുന്ന കാര്യമാണ് ആൽഫ എന്ന് പറയുന്ന W1 + W2 + എക്സെട്രാ ടു WJ-1 ആൽഫ എന്ന് പറയുന്ന WJ അപ്പോൾ ഇവിടെ നമുക്ക് ആൽഫ 1 + ആൽഫ 2 + എക്സെട്രാ ടു ആൽഫ J-1 പ്ലസ് ഞാൻ WJ ഒരു എലമെൻറ്റ് ആഡ് ചെയ്തു മൈനസ് ഓഫ് ആൽഫ പ്ലസ് 0 + 0 + എക്സെട്രാ അപ് ടു 0. ബാക്കിയുള്ള എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷനിലുള്ള എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിനൊക്കെ ഞാൻ 0 കൊടുത്തു. ഓക്കെ, വേറെ ആൽഫ 1 ബിലോങ്സ് ടു W1, ആൽഫ 2 ബിലോങ്സ് ടു W2, ആൽഫ J-1 ബിലോങ്സ് ടു WJ-1 ആൻഡ് മൈനസ് ആൽഫ ബിലോങ്സ് ടു WJ. അതുപോലെ തന്നെ 0 ബിലോങ്സ് ടു WJ+1 എക്സെട്രാ ടു 0 ബിലോങ്സ് ടു WK. ഇനി W1, W2, etc. WK are independent. We obtain alpha 1 = 0, alpha J-1 = 0, etc. up to alpha = 0. ഓക്കെ, കണക്ഷൻ വിട്ടുപോയല്ലോ. ഇനി നമുക്ക് നമ്മളുടെ അസംഷൻ എന്താണ്? W1 + W2 എക്സെട്രാ ടു WK എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് നമ്മുടെ അസംഷൻ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാം? ഇത് ഈക്വൽ ടു 0യുടെ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം? ആൽഫ 1 = 0, അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓരോ എലമെൻറ്റും 0 ആണെന്ന് പറയാം അല്ലേ? സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ആൽഫ 1 = 0, ആൽഫ J-1 = 0, എക്സെട്രാ അപ് ടു ആൽഫ J-1 = 0, സോറി, ആൽഫ 1 = 0, ആൽഫ 2 = 0, എക്സെട്രാ അപ് ടു ആൽഫ J-1 = 0, ദറ്റ് ഈസ് മൈനസ് ആൽഫ = 0. അതിൻ്റെ മീനിങ് എന്താ? ഇതെല്ലാം 0 ആണെങ്കിൽ ആൽഫ എന്ന് പറയുന്ന എലമെൻറ്റ് തന്നെ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ആൽഫ എവിടെ ഉണ്ടെന്നാണ് നമ്മളെടുത്ത? ഇൻ്റർസെക്ഷനിലുണ്ടെന്നല്ലേ? ആ എലമെൻറ്റ് എന്ത് തന്നെയാണ്? 0 എലമെൻറ്റ് തന്നെയാണ്. സോ നമുക്ക് എന്ത് കിട്ടും? WJ ഇൻ്റർസെക്ഷൻ W1 + W2 + എക്സെട്രാ ടു WJ-1 = 0 എന്ന് കിട്ടും. അതാണ് 1 = 2 പറയുന്നത്. ഇനി നമുക്ക് 2 = 1 നോക്കാം. ഇനി നമുക്കെന്താണ്? ഇതിനൊരു യുണീക്ക് റെപ്രസെൻറ്റേഷനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സബ് സ്പേസസ് എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. സപ്പോസ് ദാറ്റ് ഫോർ എവറി J 2 ≤ J ≤ K, WJ ഇൻ്റർസെക്ഷൻ W1 + W2 + എക്സെട്രാ ടു WJ-1 = 0. കോൺവേഴ്സ് അസ്യൂം ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് W1, W2 എക്സെട്രാ ടു WK എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ എന്തെടുത്തു? ആൽഫ 1 + ആൽഫ 2 + എക്സെട്രാ ടു ആൽഫ K = 0, വേർ ഈച്ച് ആൽഫ I ബിലോങ്സ് ടു WI എന്ന് എടുത്തു. ഇനി ലെറ്റ് J ബി ദ ലാർജസ്റ്റ് ഇൻഡെക്സ് സച്ച് ദാറ്റ് ആൽഫ J ഈസ് നോൺ 0. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് നമ്മൾ ഇപ്പം 2 ≤ J ≤ K, WJ ഇൻ്റർസെക്ഷൻ ദിസ് സ്പേസ് ഈസ് ഈക്വൽ ടു 0 എന്ന് എടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ അസംഷൻ. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ആൽഫ J എന്ന് പറയുന്ന ഒരു ലാർജസ്റ്റ് ഇൻഡെക്സ് ഉണ്ട് സച്ച് ദാറ്റ് ആൽഫ J എന്ന് പറയുന്ന എലമെൻറ്റ് നോൺ 0 ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആൽഫ J ക്യാൻ ബി റിട്ടൺ ആസ് ആൽഫ 1 + ആൽഫ 2 + എക്സെട്രാ ടു ആൽഫ J എന്നെഴുതി ഈക്വൽ ടു 0. ഇതിന് ആൽഫ Jനെ ഞാൻ തിരിച്ചെഴുതാൻ പറ്റും അല്ലേ? ആൽഫ 1 - ആൽഫ 2 - എക്സെട്രാ ടു ആൽഫ J-1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് ഈ ആൽഫ 1 എവിടെയുള്ളതാ? ആൽഫ 1 എവിടെയുള്ളതാ? W1 ആൽഫ 2 W2 എക്സെട്രാ അപ് ടു ആൽഫ J-1 എന്ന് പറഞ്ഞാൽ WJ-1 ഇനി ഈ ആൽഫ Jനെ ഇങ്ങനെ എഴുതാൻ പറ്റും. ആൽഫ J എവിടെയുള്ളതാ? WJ ഉള്ളതാണല്ലേ?
അപ്പോൾ ശരിക്കും ആൽഫ ജെ എവിടെയുണ്ട്, ഇവിടുന്ന് ശരിക്കും ഇങ്ങനെ എഴുതാം കേട്ടോ. W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര അപ് ടു WJ-1. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം ആൽഫ ജെ എന്ന് പറയുന്നത് എവിടെയുള്ളതാ, WJ-യിലുള്ളതാ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. ആൽഫ WJ-യിലും ഉണ്ട്, ഇതിലും ഉണ്ട്. അതായത് ആൽഫ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു എലമെൻറ്റിലുണ്ട് എന്ന് പറയാം. പക്ഷേ ഇങ്ങനെ ഒരു എലമെൻറ്റ് 0 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആൽഫ ജെ ഈക്വൽ ടു 0 ആയേ മതിയാവും. ദിസ് പ്രൂവ്സ് ആൽഫ ജെ ഈക്വൽ ടു 0 ഫോർ എവറി ഐ. അതായത് നമ്മളൊരു നോൺ സീറോ എടുത്തു കഴിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കാരണം എന്താ, അതിനൊരു കോൺട്രഡിക്ഷൻ വരുന്ന പോലെയാണ്. ആൽഫ ജെ എന്ന് പറയുന്നത് നോൺ സീറോ ഇല്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആൽഫ ജെ ഈക്വൽ ടു 0 ഫോർ എവറി ഐ. അപ്പോൾ അത് W1 W2 എക്സെട്ര WK എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പ്രൂവ് ചെയ്തു, നമ്മൾ 2 implies 1 എന്നും പ്രൂവ് ചെയ്തു. അതായത് 1 implies 2 നമ്മൾ ആദ്യം ചെയ്തു, ഇപ്പോൾ 2 implies 1 ചെയ്തു. അപ്പോൾ നമുക്ക് 1ഉം 2ഉം ഈക്വലൻ്റ് ആണെന്ന് കിട്ടി. ഇനി നമ്മൾ 1 implies 3ഉം 3 implies 1ഉം കൂടെ ചെയ്യണം. അപ്പോൾ 1 implies 3 എന്താ നോക്കാം. സപ്പോസ് ദാറ്റ് W1 W2 WK ആർ ഈക്വൽ ഇൻഡിപെൻഡൻറ്റ്. നമ്മളെടുത്തു, നമുക്ക് തന്നിരിക്കുന്ന സ്പേസസ് സബ് സ്പേസസ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് എടുത്തു. ഇനി നമുക്ക് BI എന്ന് പറയുന്ന ഓർഡേർഡ് ബേസിസ് ഫോർ WI ആണെങ്കിൽ B എന്ന് പറയുന്നത് B1 B2 എക്സെട്ര BK എന്ന് പറയുന്ന ഓർഡേർഡ് ബേസിസ് ഫോർ W ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. BI എന്ന് പറയുന്നത് ഇസ് ആൻ ഓർഡേർഡ് ബേസിസ് ഫോർ WI ഫോർ എവറി ഐ ആൻഡ് ലെറ്റ് B ഈക്വൽ ടു B1 B2 എക്സെട്ര BK. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, B എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബേസിസ് ഫോർ W എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സിൻസ് BI spans WI, obviously B spans W. അതായത് നമുക്ക് ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ സ്പാനിങ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് BI എന്ന് പറയുന്നത് WIനെ സ്പാൻ ചെയ്യുന്നു. കാരണം നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് BI എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ബേസിസ് ഫോർ WI ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BI എന്ന് പറയുന്നത് WIനെ സ്പാൻ ചെയ്യും. ഒബ്വിയസ്ലി B സ്പാൻസ് W. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം B എന്ന് പറയുന്ന സ്പേസ് Wനെ സ്പാൻ ചെയ്യും. ഓക്കെ, അതായത് B1 B2 എക്സെട്ര BN എന്ന് പറയുന്നതെല്ലാം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ് സ്പേസസിനെ സ്പാൻ ചെയ്യും. അതുകൊണ്ട് തന്നെ W എന്ന് പറയുന്നതിനെ ആര് സ്പാൻ ചെയ്യും, B എന്ന് പറയുന്ന ആ ടോട്ടൽ B1 B2 എക്സെട്ര BK എന്ന് പറയുന്ന ബേസിസ് സ്പാൻ ചെയ്യും, ആ സെറ്റ് സ്പാൻ ചെയ്യും. ഓക്കെ, എനി ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ വെക്ടേഴ്സ് ഓഫ് B ഹാസ് ദ ഫോം Γ1 പ്ലസ് Γ2 പ്ലസ് എക്സെട്ര അപ് ടു Γk ഈക്വൽ ടു 0. ഇനി നമ്മൾ എടുക്കുകയാണ്, ഇത് കൺസിഡർ ചെയ്യുകയാണ്. Γ1 പ്ലസ് Γ2 പ്ലസ് എക്സെട്ര അപ് ടു Γk ഈക്വൽ ടു 0. where each Γi is a linear combination of the vectors in BI. BIയിലെ ഓരോ വെക്ടേഴ്സിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ Γiനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. Since W1, W2, etc. Wk are independent, we say that Γ1 equal to 0. ഇവിടെ W1, W2, etc. Wk എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം Γi എന്ന് പറയുന്നത് B. ഇപ്പോൾ Γ1 എന്ന് പറയുന്നത് എന്താ, β1ലെ എലമെൻ്റ് ആണ്. B1ലെ എലമെൻ്റ് ആണ്. B1ലെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് W1നെ സ്പാൻ ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ Γ1 എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും, W1ലുള്ള എലമെൻ്റ് ആണല്ലേ. പക്ഷെ നമുക്കറിയാം W1, W2, etc. Wk എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈച്ച് Γi ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി സിൻസ് BI ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഫോർ ഈച്ച് I, it follows that coefficient of the linear combination is 0. ഓക്കെ, നമുക്കിവിടെ Γ1 ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയത് അല്ലേ. ശരിക്കും Γ1 ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയത്. ഇവിടെ ഒരു ഇപ്പോൾ പറഞ്ഞ, അതായത് ഓരോ BIയും എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, കോയിഫിഷ്യൻ്റ് ഓഫ് ദ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. അതായത് ദർ ഈസ് ഓൺലി എ ട്രിവിയൽ ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ എ വെക്ടർ ഓഫ് B. ഹെൻസ് B ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ദസ് B ഈസ് എ ബേസിസ് ഫോർ W. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ ഇവർ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാനിത് എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മൾ B1 എന്ന് പറയുന്നത് α1 α2 എന്ന് എടുത്തു. B2 എന്ന് പറയുന്നത് β1 β2 β3 എന്ന് എടുത്തു. നമ്മൾ B എന്ന് പറയുന്നത് B1 B2 എന്ന് എടുത്തു. നമ്മൾ പറഞ്ഞു ഇത് സ്പാൻ ചെയ്യുന്നതുകൊണ്ട് B Wനെ സ്പാൻ ചെയ്യും. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും കൂടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൂഫ് കംപ്ലീറ്റ് ആയി, ബേസിസ് ആയി. അപ്പോൾ നമ്മൾ ശരിക്കും എന്താണ് നമ്മൾ എടുക്കുന്നത്, α1 α2 β1 β2 β3 ഇത് പറയുന്നത് ഇത്
B1 എന്ന് പറയുന്നത് ഇതാണ്, B2 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണം. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ എന്താ ശരിക്കും കൺസിഡർ ചെയ്യേണ്ടത്? ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ കൺസിഡർ ചെയ്യണം അല്ലേ. A1 alpha 1 പ്ലസ് A2 alpha 2 പ്ലസ് B1 beta 1 പ്ലസ് B2 beta 2 പ്ലസ് B3 beta 3 എന്നെടുത്തു. അപ്പോൾ നമുക്കറിയാം A1 alpha 1 പ്ലസ് A2 alpha 2 എന്ന് പറയുന്ന എന്ത് എലമെൻറ്റ്, അതിന് ഗാമ 1 എന്നും ബാക്കിയുള്ള B1 B2 B3 ലീനിയർ കോമ്പിനേഷന് ഗാമ 2 എന്നും എടുത്തു. ഓക്കെ, ഇവിടെ ഗാമ 1ഉം ഇത് W1 എലമെൻ്റ് ആണ്, ഇത് W2 എലമെൻ്റ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഗാമ 1 ഈക്വൽ ടു 0 ആൻഡ് ഗാമ 2 ഈക്വൽ ടു 0. ഗാമ 1 0 ആണെങ്കിൽ ആര് 0 ആണ്? A1 alpha 1 പ്ലസ് A2 alpha 2 ഈക്വൽ ടു 0 ആണ്. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? A1, A2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് B1 ഒരു ബേസിസ് ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ B1 beta 1 പ്ലസ് B2 beta 2 പ്ലസ് എക്സെട്രാ ടു B3 beta 3 ഈക്വൽ ടു 0 ഇംപ്ലൈസ് B1 ഈക്വൽ ടു 0, B2 ഈക്വൽ ടു 0, B3 ഈക്വൽ ടു 0. B2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ ഇതൊരു ബേസിസ് ആണ്, അത് സ്പാൻ ചെയ്യുന്നു, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ B എന്ന് പറയുന്നത് ബേസിസ് ഫോർ W ആണ് എന്നെഴുതാം. ഇനി 3 ഇംപ്ലൈസ് 1 നമ്മൾ എടുക്കുന്നത് 3 അസ്യൂം ചെയ്യുക, 1 പ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇതാണ്. സപ്പോസ് ദാറ്റ് alpha 1 പ്ലസ് alpha 2 പ്ലസ് എക്സെട്രാ ടു alpha k ഈക്വൽ ടു 0. ഈച്ച് alpha I belongs to Wi. Since Bi is a basis for Wi, alpha I is a linear combination of vectors in Bi for every I. അതായത് നമ്മൾ എടുക്കുന്നത് ഇത്രയല്ലോ. അസ്യൂം 3 എന്ന് പറഞ്ഞാൽ എന്താ? B എന്ന് പറയുന്ന ഒരു ബേസിസ് ഉണ്ടെന്നാണ് W അല്ലേ. അതായത് B1 is a basis for Wi, then B1 B2 എക്സെട്രാ BK is a basis for W എന്നാണ് നമ്മളുടെ അസംഷൻ. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? W1 W2 എക്സെട്രാ WK എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുക? alpha 1 പ്ലസ് alpha 2 പ്ലസ് എക്സെട്രാ ടു alpha k ഈക്വൽ ടു 0 എന്ന് കൺസിഡർ ചെയ്യുക. alpha I belongs to Wi. ഇനി Bi എന്ന് പറയുന്നത് എന്താ? Wiൻ്റെ ബേസിസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആൽഫ 1 എവിടെയുള്ള എലമെൻ്റ് ആണ്? W1ലുള്ള എലമെൻ്റ് ആണ്. അതുകൊണ്ട് ആൽഫ 1നെ BIയിൽ അതല്ലെങ്കിൽ ആൽഫ 1നെ B1ലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ഇൻ ജനറൽ നമുക്ക് പറയാം BI എന്ന് പറയുന്നത് WIൻ്റെ ബേസിസ് ആണ്. BIയിലെ എലമെൻ്റ് ആണ് WIയിലെ എലമെൻ്റ് ആണ് ആൽഫ I എന്ന് പറയുന്നത്. സോ ആൽഫ I ക്യാൻ ബി റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ BI ഫോർ എവറി I. ഓക്കെ, അപ്പോൾ therefore alpha 1 plus alpha 2 plus etc. up to alpha k is a linear combination of vectors in B. Bയിലെ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും ആര്? ആൽഫ 1 B1ലെ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ, ആൽഫ 2 B2ലെ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എക്സെട്രാ ടു ആൽഫ കെ BKയിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ. അത് മൊത്തമായിട്ട് എടുക്കുമ്പോൾ അത് Bയിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. സിൻസ് B ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇറ്റ് ഫോളോസ് ദാറ്റ്. ഇനി B എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്കറിയാം. ഇനി അത് ലീനിയർ കോമ്പിനേഷൻ ആണെന്ന് എഴുതി അത് ഈക്വൽ ടു 0 എന്നുണ്ടല്ലോ. ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്രാ ആൽഫ കെ ഈക്വൽ ടു 0. അപ്പോൾ ആ ലീനിയർ കോമ്പിനേഷൻ കംപ്ലീറ്റ് എഴുതിയിട്ട് ഈക്വൽ ടു 0 എന്ന് വരിക. നമുക്ക് എന്താ ശരിക്കും വേണ്ടത്? നമുക്കറിയാം B എന്ന് പറയുന്നത് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്കെലാസ് എല്ലാം 0 ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ആൽഫ 1 ഈക്വൽ ടു 0, ആൽഫ 2 ഈക്വൽ ടു 0, എക്സെട്രാ അപ് ടു ആൽഫ കെ ഈക്വൽ ടു 0. ഹിയർ W1 W2 എക്സെട്രാ അപ് ടു WK ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് 3 ഇംപ്ലൈസ് 1 ആയി. നമുക്ക് 2-3 എക്സാമ്പിൾസ് നോക്കാം. ഒരു ഡെഫിനിഷനാണ്. ഡയറക്റ്റ് സം എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ല അല്ലേ. ഇഫ് എനി ആൻഡ് ഹെൻസ് ഓൾ ഓഫ് ദ കണ്ടീഷൻ of the above lemma hold, we shall say that W is the direct sum of W1, W2, etc. Wk, and we write W1 equal to W1 direct sum, W2 direct sum, etc. direct sum Wk. അതായത് ഡയറക്റ്റ് സം എന്താണെന്ന് പറയുന്നത്. ഇനി മുകളിൽ പറഞ്ഞിരിക്കുന്ന ലെമ്മയുടെ ഒന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് പറയാം W എന്ന് പറയുന്നത് W1, W2, എക്സെട്രാ WKയുടെ ഡയറക്റ്റ് സം ആണെന്ന് പറയാം. ഇവിടെ ശ്രദ്ധിക്കുക, ലീനിയർ സമ്മും ഡയറക്റ്റ് സമ്മും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിലാണ് നമ്മളിത് ഡയറക്റ്റ് സം ആണെന്ന് പറയുന്നത്.
അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? W1, W2, etc. WK എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. W ക്യാൻ ബി റിട്ടൺ ആസ് W1 + W2 + etc. up to WK. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം W ഈസ് ദ ഡയറക്റ്റ് സം ഓഫ് W1, W2, etc. WK എന്ന് പറയാം. അതുപോലെ തന്നെ ബേസിസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കത് പറയാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? രണ്ടാമത്തെ കണ്ടീഷൻ ഫോർ ഈച്ച് 2 ലെസ് ദാൻ ഓർ WJ ഇന്റർസെക്ഷൻ W1 + W2 + etc. up to WJ-1 എന്ന് പറയുന്ന empty, അതായത് സീറോ സ്പേസ് ആണെങ്കിലും നമുക്കത് ഡയറക്റ്റ് സം ആണെന്ന് പറയാം. ഈ ഒരു ലീനിയർ W1 + W2 + etc. up to WK എന്ന് പറയുന്നത് ഡയറക്റ്റ് സം ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. റിമാർക്ക്: if W1 and W2 are subspaces of a vector space V, then W equal to W1 direct sum W2 means that W1 equal to W1 + W2 and W1 intersection W2 equal to 0. ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിസൾട്ട് പോലെ നമ്മൾ പഠിച്ചു വെക്കുന്ന സാധനമാണിത്. അതായത് W1 ഉം W രണ്ടെണ്ണേ ഉള്ളൂ, രണ്ട് സബ്സ്പേസസേ ഉള്ളൂ എന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെ W ക്യാൻ ബി റിട്ടൺ ആസ് W1 ഡയറക്റ്റ് സം W2 എന്ന്. അങ്ങനെയെങ്കിൽ W-നെ നമുക്ക് എങ്ങനെ എഴുതാം? W1 + W2 എന്ന് എഴുതാം. അതുപോലെ തന്നെ W1 ഇന്റർസെക്ഷൻ W2 ഈക്വൽ ടു 0 എന്ന് എഴുതാം. W1 ഇന്റർസെക്ഷൻ W2 ഈക്വൽ ടു 0 ആൻഡ് W ക്യാൻ ബി റിട്ടൺ ആസ് W1 + W2. ഓക്കെ, ഡയറക്റ്റ് സമ്മിൻ്റെ മീനിങ് ഇതാണ്. W ഈസ് ദ ലീനിയർ സം. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു രണ്ട് സബ്സ്പേസിൻ്റെയും കോമൺ എലമെൻ്റ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. നിങ്ങൾ നോക്കുക, x = x0 എടുത്തു ആൻഡ് y = 0y. ഇത് x ആക്സിൽ എലമെൻ്റ് ആണ്, ഇത് y ആക്സിൽ എലമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ R2 ക്യാൻ ബി റിട്ടൺ ആസ് x ഡയറക്റ്റ് സം y. കാരണം എന്താ? R2 ക്യാൻ ബി റിട്ടൺ ആസ് x + y എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ x ഇന്റർസെക്ഷൻ വൈയിൽ ആരേ ഉള്ളൂ? 0 എലമെൻറ്റ് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. വേറെ എക്സാമ്പിൾ നോക്കാം. ലെറ്റ് B be a finite dimensional vector space over F and let B equal to α1, α2, etc. α n be an ordered basis for B. Let Wi be an one-dimensional subspace of V spanned by alpha I. For each I, then V equal to W1 direct sum, W2 direct sum, etc. up to Wn. അതായത് V എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. B എന്ന് പറയുന്നത് α1, α2, etc. α n be an ordered basis for V. ഇനി Wi എന്ന് പറയുന്നത് വൺ ഡയമെൻഷണൽ സബ്സ്പേസസ് ഓഫ് V ആണ്, സ്പാൻഡ് ബൈ ആൽഫ I. അതായത് α1 സ്പാൻ ചെയ്യുന്നത് W1നെ, α2 സ്പാൻ ചെയ്യുന്നത് W2നെ. അത് വൺ ഡയമെൻഷണൽ ആണ് കേട്ടോ. α n സ്പാൻ ചെയ്യുന്ന Wn-നെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ V എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? V equal to W1 direct sum, etc. up to direct sum Wn എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അത് ക്ലിയർ ആണ് ശരിക്കും. അത് ശരിക്കും മുന്നേ പറഞ്ഞില്ലേ, അതിൻ്റെ എക്സ്റ്റെൻഡഡ് വേർഷൻ ആണെന്നും കൂട്ടാം. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഉണ്ടോ? എക്സാമ്പിൾ 3. ലെറ്റ് F be a subfield of C. Let V equal to F power n by n. Let W1 equal to A belongs to F power n by n. A transpose equal to A. W2 equal to A belongs to F power n by n. A transpose equal to minus A. Note that W1 and W2 are symmetric and skew symmetric matrices in Fn by n respectively. Then Fn by n equal to W1 direct sum W2. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെറ്റ് F be a subfield of C. ഫീൽഡിൻ്റെ ഒരു സബ് ഫീൽഡാണ്. ഓക്കെ, ലെറ്റ് B equal to, അതായത് R എടുത്താൽ മതി. ഇപ്പോൾ ശരിയാവും, സബ് ഫീൽഡല്ലേ, സിയുടെ സബ് ഫീൽഡല്ലേ R എന്ന് പറയുന്നത്. ലെറ്റ് V belongs to set of all n by n matrices. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിമെട്രിക് മെട്രിസസിൻ്റെ കളക്ഷൻ നമ്മളെടുത്തു W1 ആയിട്ട്, സ്ക്യൂ സിമെട്രിക് മെട്രിസസിൻ്റെ കളക്ഷൻ എടുത്തു W2 ആയിട്ട്. രണ്ടും സബ്സ്പേസസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സെറ്റ് ഓഫ് ഓൾ മെട്രിസസിനെ സ്ക്യൂ സിമെട്രിക് മെട്രിസസിൻ്റെയും സിമെട്രിക് മെട്രിസസിൻ്റെയും സബ്സ്പേസസിൻ്റെ ഡയറക്റ്റ് സമ്മായിട്ട് എഴുതാൻ പറ്റും. അതാണ് നമ്മളുടെ എക്സാമ്പിൾ. ഇതെങ്ങനെയാണ് നോക്കാം കേട്ടോ. നമുക്ക് ഇത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. എ എന്ന് പറയുന്നത് അതായത് n by n മെട്രിക്സിൽ ഒരു എലമെൻ്റ് എടുത്തു A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എവറി എലമെൻറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് അല്ലേ. അപ്പോൾ A equal to A plus A transpose by 2 plus A minus A transpose by 2 എന്ന് എഴുതാൻ പറ്റും. ഈ A plus A transpose by 2 is always a symmetric matrix,
അതുപോലെ തന്നെ A minus A transpose by 2 is always a skew symmetric matrix. So it can be written as which belongs to W1 plus W2 എന്ന് എഴുതാം. അതായത് നമുക്ക് എന്ത് കിട്ടി ഇപ്പം എഫ് പവർ എന്നിലെ അതായത് എഫ് പവർ എന്നിലെ ഒരു എലമെൻറ്റിനെ W1 plus W2 യൂസ് ചെയ്തിട്ടാണ് എഴുതാൻ പറ്റുന്നത്. A belongs to അതായത് നമുക്ക് പറയാം എഫ് പവർ n by n can be written as W1 plus W2 എന്ന് പറയാം. ഇനി ശരിക്കും നമുക്ക് പറയേണ്ടത് ഇനി ഇൻ്റർസെക്ഷനിൽ ഒരു എലമെൻറ്റും ഇല്ല എന്ന് പറഞ്ഞാലും മതി കേട്ടോ. അപ്പോൾ W1 ഇൻ്റർസെക്ഷൻ W2 നോക്കുക. എന്താ W1 ഇൻ്റർസെക്ഷൻ W2? എഫ് പവർ n by n എലമെൻറ്റ് എടുത്താൽ അത് W1 ഉണ്ടാവണം, W2 ഉണ്ടാവണം. അതായത് അത് സിമെട്രിക് മെട്രിക്സ് ആവാൻ വേണം, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആവാൻ വേണം. അങ്ങനെ സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആവുന്നത് എപ്പോഴാണ്? അതായത് ഇത് നോക്കുക നിങ്ങൾ, A ഈക്വൽ ടു മൈനസ് എ ആവണം. A ഈക്വൽ ടു മൈനസ് എ ആയിട്ടുണ്ടെങ്കിൽ ശരിയാവും. A ഈക്വൽ ടു മൈനസ് എ ആവുന്നത് എപ്പോഴാണ്? 2A ഈക്വൽ ടു 0 ആകുമ്പോൾ, ദാറ്റ് ഈസ് A ഈക്വൽ ടു 0 ആവുന്ന സമയത്ത്. അത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആവുമ്പോൾ എപ്പോഴാണ്? 0 മെട്രിക്സ് ആകുമ്പോൾ മാത്രമാണ്. സോ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു? അതായത് എഫ് പവർ n by n എങ്ങനെ എഴുതാൻ പറ്റും? W1 plus W2 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ W1 ഇൻ്റർസെക്ഷൻ W2 ഈക്വൽ ടു 0 ആണ്. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ. Let V be a finite dimensional vector space over F and let T be a linear operator on V. Let C1, C2, etc. Ck be the distinct characteristic values of T and let W1, W2, etc. Wk be the corresponding characteristic spaces. Let W equal to W1 plus W2 plus etc. up to Wk. Then by the lemma W equal to W1 direct sum etc. up to direct sum Wk. If T is diagonalizable, then V equal to W1 direct sum, W2 direct sum etc. Wk. ഇത് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത കാര്യമാണ് കേട്ടോ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടുമാണ്. അതായത് വി എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഓവർ ദ ഫീൽഡ് എഫ് ഉണ്ട്. ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ഉണ്ട്. ആ ലീനിയർ ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ആണ് C1, C2 എക്സെട്ര അപ് ടു Ck എന്ന് പറയുന്നത്. ഇനി ഈ ക്യാരക്ടറിസ്റ്റിക് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് സ്പേസസ് ആണ് W1, W2 എക്സെട്ര Wk എന്ന് പറയുന്നത്. ഇതൊക്കെ വിയുടെ സബ് സ്പേസസ് ആയിരിക്കില്ലേ? നമ്മൾ പറയുകയാണ്, നമുക്കറിയാം W ക്യാൻ ബി റിട്ടൺ ആസ് W1 plus W2 plus എക്സെട്ര അപ് ടു Wk. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബൈ എബവ് ലെമ്മ. അതായത് ഇതിനൊരു ബേസിസ് ഉണ്ടാവും. അതുപോലെ തന്നെ W1 plus W2 plus എക്സെട്ര അപ് ടു Wkയിലൊന്നും ഓരോന്നിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ കോമൺ ആയിട്ട് എലമെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് W ക്യാൻ ബി റിട്ടൺ ആസ് W1 ഡയറക്ട് സം, W2 ഡയറക്ട് സം എക്സെട്ര അപ് ടു Wk. അതായത് W എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്പേസസിൻ്റെ ലീനിയർ സമ്മായിട്ട് എഴുതാൻ പറ്റും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ W ക്യാൻ ബി ഓൾസോ ബി റിട്ടൺ ആസ് ദ ഡയറക്ട് സം ഓഫ് ക്യാരക്ടറിസ്റ്റിക് സ്പേസസ്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന, ഡയറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, T ഡയഗണലൈസബിൾ ആണെങ്കിൽ V ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ്. ഇവിടെ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ പറഞ്ഞു തന്നപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നോ എന്നറിയില്ല. നിങ്ങൾ നോക്കുക, W1, W2 എക്സെട്ര കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് സ്പേസസ് ആണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലീനിയർ സമ്മിനെ നമ്മൾ W എന്ന് ഡിനോട്ട് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ദെൻ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ് ഓൾസോ. ഓക്കെ, അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ W1 plus W2 plus എക്സെട്ര അപ് ടു Wk എന്ന് പറയുന്നത് എല്ലാം എന്താണ്? ക്യാരക്ടറിസ്റ്റിക് സ്പേസസ് ആണ്. ക്യാരക്ടറിസ്റ്റിക് സ്പേസസിൻ്റെ ലീനിയർ സമ W ആണെങ്കിൽ ഡയറക്ട് സമം എന്ത് തന്നെയായിരിക്കും? W ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി T ഡയഗണലൈസബിൾ ആണെന്ന് വിചാരിക്കുക. T ഡയഗണലൈസബിൾ ആണെന്ന് ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് V ഈക്വൽ ടു ഡയറക്ട് സം W1 ഡയറക്ട് സം, W2 ഡയറക്ട് സം എക്സെട്ര അപ് ടു ഡയറക്ട് സം Wk എന്ന് പറയാൻ പറ്റും, T ഡയഗണലൈസബിൾ ആണെങ്കിൽ. ഓക്കെ, അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. V എന്ന് പറഞ്ഞാൽ അതായത് V ഈക്വൽ ടു W1 plus W2 plus എക്സെട്ര അപ് ടു Wk എന്ന് എഴുതാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡയമെൻഷനൊക്കെ വെച്ച് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, തിയറമായിട്ടൊക്കെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്കിത് പറയാനുള്ളത്. എക്സാമ്പിൾസ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ കേട്ടോ. പഠിക്കണേ, എല്ലാവരും പഠിക്കാതിരിക്കരുത്, നിർബന്ധമായിട്ടും പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എക്സാമിന്. ഓക്കെ, താങ്ക് യു.